ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു തനി നാടൻ വ്ളോഗാണ്. നാടൻ രീതിയിലുള്ള കുറച്ച് കറികൾ, എങ്ങനെ ഈ കറികളെല്ലാം നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കറികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു തോരൻ, ഒരു ഒഴിച്ചുകറി, പിന്നെ ഒരു ഫ്രൈ. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി അറിയണ്ടേ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ബീറ്റ്റൂട്ട് തോരനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഈ 3 കറികളിലും കുറച്ച് ടൈമുള്ളത് ഈ ഒരു ബീറ്റ്റൂട്ട് ഉപ്പേരിക്കാണ്. അപ്പം അതിനു വേണ്ടി ബീറ്റ്റൂട്ട് ഇതുപോലെ ക്യൂബ്സ് ആക്കി നുറുക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി കുക്കിംഗ് ഒന്നും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബീറ്റ്റൂട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ബീറ്റ്റൂട്ട് കട്ട് ചെയ്യുന്ന ഈ ടൈമിൽ തന്നെ ചോറും വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒരു കറിയായിട്ട് കാണിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ കാണിച്ചില്ല എന്നുള്ളൂ. അപ്പൊ എല്ലാരും ഇതിന്റെ കൂടെ തന്നെ ചോറും വെച്ചോളാം. അപ്പൊ പിന്നെ നമുക്ക് ആ ടൈം കൂടി സേവ് ചെയ്യാം. എന്തായാലും ചോറിന് ഒരു ഹാഫ് അവർ നമുക്ക് വേണ്ടി വരും. പിന്നെ ഒരു ഹാഫ് അവറും ഈ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത ബീറ്റ്റൂട്ട് നന്നായി കഴുകി അതെ ഗ്രൂപ്പ്സ് ആയിട്ടിരിക്കണ കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഒരു 3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ബീറ്റ്റൂട്ട് നമുക്ക് അടുപ്പത്ത് കയറ്റണം. അതിനു വേണ്ടി നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തോരനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നാലേ അതിനൊരു നാടൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വേറെ ഒട്ടും റിഫൈൻഡ് ഓയിൽസ് ഒന്നും ആഡ് ചെയ്യരുത്. അപ്പൊ ചൂടായ എണ്ണയിലേക്ക് ആദ്യം കടുക് പൊട്ടിച്ചു. പിന്നെ അടുത്തതായിട്ട് കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. ഉലുവ പൊട്ടിക്കുമ്പോൾ നമ്മുടെ തോരനൊക്കെ ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, അത് കഴിഞ്ഞ് ഒരു 3 വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇതിട്ടിട്ട് ആദ്യം ഒന്ന് മുരിച്ചെടുക്കാം. തോരൻ വെക്കുമ്പോൾ ഒരിക്കലും മുളക് പൊടി ഉപയോഗിക്കരുത്. പച്ചമുളകും വറ്റൽമുളകും ആണ് തോരന് ടേസ്റ്റ് കൂട്ടുക. ഇനി നേരത്തെ നുറുക്കിയില്ലേ ബീറ്റ്റൂട്ട്, അതിന്റെ അതേ ഇതിൽ തന്നെ ക്യൂബ്സ് ആക്കി തന്നെ സവാളി നുറുക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ഇട്ട ആ കൂട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ സെക്കൻഡ് ആയിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം കേട്ടോ, സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ. അത് കഴിഞ്ഞ് ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ബീറ്റ്റൂട്ട് ആണ് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി മുരിഞ്ഞു വന്ന ശേഷം ബീറ്റ്റൂട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് പതക്കെ വേവണം. മാത്രമല്ല നമ്മളത് മൂടി വെക്കാൻ നേരത്ത് ബീറ്റ്റൂട്ടിന്റെ വെള്ളം ആ ഒരു തോരനിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ആ ഒരു വാട്ടർ മതി നമുക്ക് ഈ ബീറ്റ്റൂട്ട് വെന്ത് കിട്ടാൻ. അതുപോലെ തന്നെ ഒരു പിടി തേങ്ങ ചിരകിയതും ഇടാം. നമ്മൾ ഏത് തോരൻ വെക്കുകയാണെങ്കിലും കുറച്ച് തേങ്ങ ചിരകിതിടുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു തേങ്ങ ഇങ്ങനെ ഇടയ്ക്കിട്ട് കടിക്കാൻ കിട്ടാൻ നേരത്ത്. ഇനി ഇത് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പൊ ഒരു 15-20 മിനിറ്റിന്റെ അടുത്ത് മതിയാവും ആ ഒരു കുക്കിംഗ് ടൈം. അതേ ടൈമിൽ തന്നെ ഞാൻ ഇപ്പുറത്ത് ഒരു വേറെ ഫ്രൈങ് തവ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഫ്രൈ ഉണ്ടാക്കിയെടുക്കണ്ടേ. നമ്മുടെ ചെമ്മീൻ ഫ്രൈ. ചെമ്മീൻ എന്ന് പറയുമ്പോൾ ഉണക്ക ചെമ്മീൻ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഉണക്ക ചെമ്മീൻ എന്ന് പറയുന്നത്. അതും കൂട്ടി ചോറ് കഴിക്കാന്ന് പറയുന്നത് അത്രയും ടേസ്റ്റ് വേറെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ
ആ ഒരു ഫ്രൈ ആണ് ഇപ്പൊ ഇതിനു വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഉണക്കമീനായാലും നന്നായി വാഷ് ചെയ്യുക, ഒരു 3-4 തവണ വാഷ് ചെയ്ത് അത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫ്രൈങ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഫ്രൈ ആക്കാൻ വെക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ്സ് ഒരു പകുതി ഫ്രൈ ആയി കഴിയണം. അപ്പൊ അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള അങ്ങനെ ക്യൂബ്സ് ആക്കി നുറുക്കിയത്, നീളനെ അല്ല, ഇങ്ങനെ ക്യൂബ്സിന്റെ ഷേപ്പിലായിരിക്കണം കേട്ടോ. എന്നാല് ആ ഒരു എന്താ പറയാ ചെമ്മീന്റെ കൂടെ അതിങ്ങനെ വഴണ്ട് കഴിയുമ്പോൾ ഇങ്ങനെ യോജിച്ചിരിക്കുള്ളൂ. ഇനി സവാള ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് മുരിഞ്ഞ് കിട്ടുന്ന വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, ഒരു പകുതി കുക്കായ ചെമ്മീനിലേക്ക് വേണം ഈ ഓണിയൻസ് ആഡ് ചെയ്യാൻ. അത് കഴിഞ്ഞ് സവാള ഒരു പകുതിയോളം വെന്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. നമ്മൾ കറിവേപ്പില ആദ്യമേ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ അതിൽ കിടന്ന് ഫ്രൈ ആയി ഒരു കരിച്ചില് പോലെ വരും. അപ്പൊ ആ ഒരു കരിച്ചിലിന്റെ ഒരു ടേസ്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വേപ്പിലയൊക്കെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ വേപ്പിലയും സവാളയും ചെമ്മീനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പണി കൂടി ചെയ്യാണ്ട് വേറെ ഒന്നല്ല, മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി എന്ന് പറയുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എന്നാല് ചെമ്മീൻ നല്ല ചുവന്ന കളറിലിരിക്കുള്ളൂ ഫ്രൈ ആയി കിട്ടി കഴിയുമ്പോൾ. ഈ പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് എണ്ണയുടെ ഒരു ഇത് നോക്കണം നമ്മൾ. വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയിരിക്കരുത്, ഒരുപാട് നല്ല ഒട്ടും ഡ്രൈ ആയിരിക്കരുത്. അങ്ങനെ കുറച്ച് എണ്ണമയം ഉണ്ടാവണം ഈ ഒരു ഫ്രൈക്ക്. അപ്പൊ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ കുറച്ച് തെളിഞ്ഞു നിൽക്കണം. അപ്പൊ ആ ഒരു എണ്ണയും ഈ ഒരു ചെമ്മീനും കൂടി കൂട്ടി കഴിക്കേണ്ട ഒരു ടേസ്റ്റ് ആണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ചെമ്മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സിമ്പിൾ അല്ല അപ്പൊ ഇത്. ഈ ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, അത്ര മതിയോ. അത് കഴിഞ്ഞിട്ട് തീ നേരെ ഓഫ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒഴിച്ചുകറി, അതായത് മോര് കാച്ചിയത്. അതിനു വേണ്ടി ഒരു 4 ചെറിയുള്ളി, പിന്നെ ഒരു 3 വെളുത്തുള്ളി, 3 അല്ലി, പിന്നെ ഒരു മീഡിയം സൈസ് ജിഞ്ചർ, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ഒന്ന് നന്നായി ചതച്ചെടുക്കുക. നിങ്ങൾക്കിത് നുറുക്കി ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷെ ചതയ്ക്കുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു ഫ്ലേവർ മോരിലേക്ക് കിട്ടും. ഇനി ഇതുപോലെ തന്നെ മോര് കാച്ചെടുക്കാൻ പാൻ വെച്ച് കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ഈ ഉണ്ടാക്കി നോക്കുന്ന 3 കറികളും വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞു നാടൻ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം 3 കൂട്ടും. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോ കടുക് പൊട്ടിക്കണം. അപ്പൊ ഞാനിവിടെ മോര് എടുത്ത് നോക്കണത് 1 ഗ്ലാസ് തൈരിന് 1/2 ഗ്ലാസ് വെള്ളം, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ മോരാക്കി എടുത്ത് നോക്കുന്നത്. അപ്പൊ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ട് ഇനി അടുത്തതായിട്ട് കുറച്ച് ഉലുവ നിങ്ങൾക്ക് ഇതുപോലെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊടിച്ചിട്ടോ അതിൽ ചേർക്കാം. ഞാൻ അത് മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. പൊടിക്കുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു കയ്പ്പ് രസം മോരിലേക്ക് പിങ്ങി ഇറങ്ങുമല്ലോ, അപ്പൊ ഞാൻ ഫുള്ളായിട്ടാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നല്ല ജീരകം, അതും ഒരു നുള്ളു മതിയോ, ഒരുപാടല്ല, ഒരു നുള്ളു. ഇതൊക്കെ പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ ഒരു വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ.
കറിവേപ്പിലയും ഈ കൂട്ടത്തിന്റെ കിടന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ചതച്ച് വെച്ച് നോക്കണ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. വെറുതെ ഒന്ന് ചതച്ചിട്ടുള്ളൂ. എല്ലാരും ചതച്ചതിന് ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോ അങ്ങനെ ചതയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്, ഇപ്പൊ നിങ്ങൾ ഫ്ലാറ്റിലാണ് അല്ലെങ്കിൽ അങ്ങനെ നാട്ടിലൊന്നും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്ത് ചെറുതായി സ്ലൈസ് ചെയ്ത് നീളത്തിൽ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ഈ ചേർത്ത് കൊടുക്കുന്ന കൂട്ടൊന്ന് നന്നായി മുരിഞ്ഞു വരണം. ഇപ്പൊ ഇത് ഞാൻ ചേർത്ത് വെക്കണത് കൂട്ട് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഒന്നും ഒരുപാട് കൂടണ്ട കേട്ടോ. അപ്പൊ നമ്മുടെ മോര് കാച്ചതിന് ഒരു മഞ്ഞപ്പൊടി കുത്തിങ്ങനെ എടുത്ത് നോക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ എടുത്ത് കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പൊ ഈ ചേർത്ത് കൊടുത്ത് നോക്കണ 2 പൊടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മോര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മോര് ആഡ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിളപ്പിക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ ഒന്ന് വെറുതെ ഒന്ന് ചൂടാവാൻ പാടുള്ളൂ. മോര് തിളച്ചിട്ടുണ്ടെങ്കിൽ അത് ആകെ പിരിഞ്ഞു പോകും. അപ്പോൾ പുതിയതായിട്ടൊക്കെ ചെയ്യണവരാണെങ്കിൽ ഈ മുളക് പൊടി മുരിഞ്ഞതിന് ശേഷം നിങ്ങൾ പറ്റുമെങ്കിൽ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം മോരൊഴിച്ചിട്ട് ഒന്ന് എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം പതുക്കെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അതേ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 3 കൂട്ടം കറി 30 മിനിറ്റ്സിൻ്റെ ഉള്ളിലാണ് ഇപ്പൊ ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ഇതിന്റെ കൂടെ പാരലായിട്ട് ചോറും എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായല്ലോ. അപ്പൊ ഒരു നാടൻ വ്ലോഗായിരുന്നു, നാടൻ രീതിയിലുള്ള കറികള്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമന്റ്സ് എല്ലാം കമന്റ് ബോക്സിൽ എന്നോട് ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. Until then, bye-bye.